സ്വന്തം ചേച്ചിയും ഗുരുനാഥയും അമ്മ മെമ്പറും നിങ്ങളുടെ 2 ദിവസത്തെ ഇൻസ്ട്രക്ടറുമായ ശ്രീമതി രചന നാരായണൻകുട്ടിയെ സ്നേഹപൂർവ്വം നിരീക്ഷിക്കുന്നു. നമസ്തേ. സർഗുരുഭ്യോ നമഃ. അഭിമന്യരായ ഗുരുജനങ്ങൾക്കും ബഹുമാന്യരായ സദസ്സിനും ഏറെ സ്നേഹം. ദീർഘിപ്പിക്കുന്നില്ല. അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഇൻറ്റൻസീവ് എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാനെന്ന കലാകാരി കാണുകയാണ്. പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടുകൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത്. അതിന് എല്ലാ നന്മകളും ഉണ്ടാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കി പറയാം, നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണിത്. നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണിത്. അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ്. ക്ലാസിക്കൽ തന്നെ പഠിക്കണം, ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ്. സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട്, ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട്, അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ സന്തോഷം. താങ്ക് യു ലാലേട്ട. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ടൻ്റെ കഴിവുകളെ പറ്റി നമ്മൾ ആരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ കമലദളം പോലെയുള്ള സിനിമകളിൽ, രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് എത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത്. അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളതും. അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കാം. എല്ലാ സഹകരണത്തിനും അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വഴി നൽകുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ആ സംഘടന വർഷത്തോളമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ ചേർന്ന് പല പരിപാടികൾ നടത്താറുണ്ട്, പല ഷോസ് ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ കമ്മിറ്റി നമുക്ക് പബ്ലിക്കിനെ കൂടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഞങ്ങളുടെ സംഘടന കമ്മിറ്റി വന്നപ്പോഴാണ് ഇങ്ങനൊരു വർക്ക്ഷോപ്പ് തുടങ്ങുമ്പോൾ അത് ഞങ്ങളിങ്ങനെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന വിദ്യാലയത്തെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ നമ്മുടെ പരിമിതമായ സൗകര്യം കണ്ടെത്തുന്നതാണ്. അപ്പോൾ തന്നെ മിഠായിലോ അല്ലെങ്കിൽ രണ്ടോ ഒതുക്കേണ്ടി വന്നത് സ്ഥല സൗകര്യത്തിന്റെ കുറവുകൊണ്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ ചിന്തിച്ചത് ഞങ്ങൾ ഇങ്ങനൊരു ആശയം പങ്കുവെച്ചാൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ചെയ്യാനാവും എന്നതിനെ പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. ഒരുപാട് കുട്ടികൾ ഇതിനുവേണ്ടി ശ്രമിച്ചു. ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കാണിച്ച ഈ സഹകരണം ഞങ്ങൾക്ക് കുറെ കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പറയുന്നു. തീർച്ചയായും ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലങ്ങളെ കണ്ടെത്തി കുറച്ചുകൂടെ ആളുകളെ പങ്കെടുപ്പിച്ചതോടെ നമുക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ആശയം പങ്കെടുപ്പിച്ചപ്പോൾ ഞാനത് ചെയ്തോളാം. ഞാൻ ആദ്യം അത് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് രചനാനാരായണൻ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ഒരുക്കങ്ങൾ വേണം, ഇതിനെല്ലാം സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില വീഴ്ചകളുണ്ടായേക്കാം. എന്നാലും അമ്മയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങളെല്ലാവരും അതുകൊണ്ട് തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ എല്ലാവരും
അവിടെ ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ 4 ദിവസം വിഗ്രഹത്തിനില്ല, ഇതിന് ഭംഗി പോരാ, അങ്ങനെയൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ വേണം പോകാൻ. 2 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും തിരിച്ചു വെക്കാൻ പോകാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. വളരെ തിരക്കുണ്ടായിട്ടും എന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട് ചെന്നൈയിലേക്ക് പോകും. നിങ്ങളൊരു ആശയം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ 1-2 ദിവസം ഈ അന്നയും സരിയും ജോമോളും മനസ്സിലേക്ക് വർക്ക് ചെയ്തപ്പോൾ അതൊരു 4 സെക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രചന തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു 2 ദിവസം വേറെ സെക്ഷനുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ 2 സെക്ഷനുണ്ട്. അതുപോലെ പാരിസ് ലക്ഷ്മിയുടെ ഒരു ഡാൻസ് ഇതുപോലെ ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ഞാൻ അവരുടെ കഷ്ടപ്പാടിലേക്ക് കൂടി കണക്കെടുക്കുകയാണ്. അതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകം എത്ര ചേർത്ത് പിടിച്ചാലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞ സന്തോഷം തന്നെയാണ്. നമ്മുടെ സ്വന്തം രചന നാരായണൻകുട്ടിയെ ഒരു ചെറിയ സ്നേഹോപകാരം ഔപചാരികതയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുവെങ്കിലും എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കാനായി വൈസ് പ്രസിഡന്റ് ജയജയന്റെ സ്നേഹത്തോട് വ്യതിയാവശ്യപ്പെട്ടു. സുരേഷ്, നമ്മുടെ സറിയും സ്നേഹം നിറഞ്ഞ അംഗങ്ങളെ സുഹൃത്തുക്കളും അറിയിച്ചു. അമ്മ എന്ന വാക്ക് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഏറ്റവും മൂല്യമുള്ള ഒരു വാക്കെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പറയുന്നത്, ഞാനൊക്കെ അച്ഛൻ ചെറുതിലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വളർത്തിക്കൊണ്ടാണ് ജീവിതത്തിൽ എവിടെ പോകുമ്പോൾ എൻ്റെ വാട്സാപ്പിൻ്റെ ഡിസ്പ്ലേ പിക്ചർ നോക്കിയപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ മകനും നിൽക്കുന്ന പടം. കാരണം എൻ്റെ ജന്മ നിയോഗമാണ്, അവരെ കണക്ട് ചെയ്യാനുള്ള ജന്മം മാത്രമാണ്. ചിലപ്പോൾ എൻ്റെ ലൈഫ് ഫെയിലിയർ ആകാം, വിജയം. ലെറ്റ് ദം എൻജോയ് ദം, അവർക്ക് വേണ്ടിയുള്ള ജീവിതം. പറഞ്ഞപോലെ അമ്മ എന്നുള്ള സംഘടന മലയാളികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ്, മലയാളികളെ സ്നേഹിക്കാനുള്ള സംഘടനയാണ്, അവർക്ക് നന്മ ചെയ്യാൻ മനസ്സുള്ള കുറേ ആൾക്കാരുടെ സംഘടന. അതിൻ്റെ ഇനിഷ്യേറ്റീവാണ് ജനങ്ങൾ ലാലേട്ടൻ പ്രശ്നിച്ചത് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലോട്ട് എത്തിക്കാൻ പണ്ട് കാലത്തൊക്കെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട, ഒരു കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയുന്ന കാലം മതി. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയും അറിയണം, അയലോകത്ത് നിൽക്കുന്ന എല്ലാ കൈകളും ആ കൈകളെ നിങ്ങളാണ് ഞങ്ങളുടെ കൈ. ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് നിങ്ങളുടെ കൈകളാണ്, നിങ്ങളുടെ മനസ്സുകളാണ്, നിങ്ങളുടെ ഭൗതിക ചിന്തകളാണ്. നന്മകൾ കാരണം നിങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതം ലാലേട്ടം ജീവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങളെ ജീവിപ്പിക്കുന്നത്, നിങ്ങളുടെ തിയേറ്ററിൽ പോയി അൺകണ്ടീഷണലായിട്ട് സിനിമകൾ നിങ്ങൾ തരുന്ന പണമാണ് ഞങ്ങൾ തിരിച്ച പ്രതിബദ്ധത. നിങ്ങളോട് 100-1000 ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ സ്നേഹമുണ്ട്, അത് അറിയിക്കാൻ കൂടിയാണ് ഈ വേദി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവരും ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതിൽ പങ്കാളിയായവർക്ക് ഒറ്റ വാക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനി ഒരുപാട് നന്ദിയുണ്ട്. അമ്മ മാത്രം അറിയിച്ചത് നന്ദി പറഞ്ഞു.